പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ചുയർത്തുന്ന ചിത്രങ്ങൾ വെച്ച് തോൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞ് ചില സുഹൃത്തുക്കൾ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ചർച്ചയായിട്ടുണ്ട്. ഏത് രീതിയിലാണ് നമ്മളിപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണ് ന്യൂനപക്ഷ ഏകീകരണം നടന്നു എന്ന് വാക്ക് പറയുകയാണ്. എന്തുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം നടന്നു എന്ന ചോദ്യം. വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ചത് അവിടെ പണിയായോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ രീതിയിലൊരു ന്യൂനപക്ഷ ഏകീകരണം ന്യൂനപക്ഷ ഏകീകരണത്തിന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ മതേതരമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും തടയണ്ടേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യമാണ് പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ എന്ന് പറയുന്നതിനപ്പുറം ഇത് CPIMന്റെ നേതൃത്വത്തിനെതിരെ കൂടിയുള്ള സന്ദേശമാണ്. നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുപോലെയല്ല ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ടി ആദ്യം ഒന്ന് ശരിയാക്കണമെന്ന് പാർട്ടിക്കൊപ്പമുള്ള ആളുകൾ തന്നെ പറയുന്ന മറുപടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന മുദ്രാവാക്യത്തിനപ്പുറത്ത് മറ്റു വിഷയങ്ങളിലേക്ക് പോകണം, പാർട്ടി രാഷ്ട്രീയം പറയണം, പാർട്ടി ഭരിക്കണം എന്ന് പാർട്ടി പ്രവർത്തകരും അണികളും പറയുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2270 വോട്ടിനാണ് ഇപ്പോ മുന്നിട്ട് നിൽക്കുന്ന തൃക്കരിപ്പൂർ എന്നൊക്കെ പറയുന്ന കോട്ടയിൽ പോയി സന്ദീപ് വാര്യർ 2270 വോട്ടിനൊക്കെ ലീഡ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം, അങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു അക്ഷരാർത്ഥത്തിൽ കടക്ക് പുറത്തെന്ന് പറഞ്ഞിരിക്കുന്നു UDF എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കുന്നത്തുനാട്ടെ ലീഡ് UDF 11,108 ആയിട്ട് കൂട്ടിയിരിക്കുന്നു എന്നുള്ളതും കൂടി പറഞ്ഞു പോകണം. 11,108 വോട്ടായി കുന്നത്തുനാട്ടിലെ UDFന്റെ ലീഡ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും കുന്നത്തുനാട്ടിൽ 545 വോട്ടിന് ജയിക്കുമെന്നൊക്കെ ഇന്നലെ പോസ്റ്റിട്ട ആളാണ്. അല്ല, ആ പോസ്റ്റിനെ പിന്താങ്ങിയിരുന്നു CPM പറഞ്ഞ ആ രീതിയിലായിരുന്നു കണക്ക്. സത്യത്തിൽ CPMന്റെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റി എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഒറ്റപ്പാലത്ത് PK ശശി 3ാം സ്ഥാനത്താണ് എന്നത് കൂടി കാണണം. അത് എടുത്തു പറയേണ്ട ഒരു കണക്കാണ്. 2ാം സ്ഥാനത്ത്. അതെ, തീർച്ചയായും BJPയുടെ മേജർ രവി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഒറ്റപ്പാലത്ത് PK ശശി 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. 99-39 ടോട്ടൽ കണക്ക് വരുമ്പോൾ 99-39 എന്ന നിലയിലേക്ക് വരുന്നു. 2-1 നിയമവും 1 കഴക്കൂട്ടവുമാണ്. 2 NDA ലീഡ് ചെയ്ത 2 സ്ഥലം. ഈ NDAയിൽ ഇനി കഴക്കൂട്ടത്തെ കാര്യങ്ങൾ ഇനി അറിയണം. അടുത്ത റൗണ്ടുകൾ വരുമ്പോൾ അതൊരു കോസ്റ്റൽ ഏരിയയിലേക്ക് പോവുകയാണ്, വോട്ടെണ്ണി പോവുകയാണ്, ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള അനുസരിച്ചാകും കഴക്കൂട്ടത്തെ നില മാറുക. പക്ഷേ നിയമത്തിന് ഒരു മാറ്റത്തിന് സാധ്യതയില്ല. നിയമത്തിൽ 2016 പൂട്ടിയ അക്കൗണ്ട് ഇതിനകം തന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയാം. അങ്ങനെ 99-39 എത്തുന്നുണ്ട് കണക്കുകൾ. 99 UDFും 39 LDFും അടി തെറ്റി വീണിരിക്കുന്നു. ഇടത് മുന്നണി ക്യാപ്റ്റൻ പോലും അടിപതറിയ ഒരു തിരഞ്ഞെടുപ്പ്. അതിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഭരിച്ച LDFനെ, ഇടത് മുന്നണിയെ കടക്ക് പുറത്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവ നേതാക്കൾ, ഒരുപാട് ആളുകൾ ഈ MLA-മാരായി യൂത്ത് കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം കോൺഗ്രസിന്റെ ഭാഗമായി KSUവിൽ നിന്നും അടക്കമുള്ള ആളുകൾ വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നമ്മൾ VT സൂരജിന്റെ കാര്യം ബാലുശ്ശേരിയിൽ പറഞ്ഞു. അതോടൊപ്പം അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ അബിൻ വർക്കി. ഈ TVKയുടെ വമ്പൻ വിജയം പറയുമ്പോഴും ജനനായകനിലെ പാട്ട് ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട് കേട്ടോ അണിയറ പ്രവർത്തകർ. അങ്ങനെ ചെയ്ത് അവിടെ വമ്പൻ ആഘോഷം നടക്കുന്നുണ്ട് TVKയുടെ ഭാഗത്ത് നിന്ന്.